ഓക്കെ. സോ നമ്മളെ 9 സെഷൻസ് പിന്നിട്ട് ഇപ്പോൾ അവസാനത്തെ 10ാമത്തെ ഒരു സെഷനിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ 10th സെഷൻ ഓഫ് ഓറിയന്റേഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അപ്പൊ ഇന്നത്തെ ഒരു സെഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ടൈം ടേബിൾ ലോഞ്ചിങ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടാവും തുടക്കം മുതലേ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ കിട്ടും, ആ ടൈം ടേബിളിനനുസരിച്ചാണ് മൂവ് ഓൺ ചെയ്യേണ്ടത് എന്നൊക്കെ എല്ലാ മെന്റേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ടൈം ടേബിളിന്റെ ഒരു ലോഞ്ചിങ് ആണ് ഇന്ന് പ്രധാനമായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഗസ്റ്റ് അല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ CEO ആയിട്ടുള്ള റൈസർ, അതുപോലെ നമ്മുടെ SSC അതായത് സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആദില മാം, പിന്നെ നമ്മുടെ കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സർ, പിന്നെ നമ്മുടെ സൈക്കോളജിയിലെ തന്നെ 2 മെന്റേഴ്സ് ആയിട്ടുള്ള അക്ഷര മാം ആൻഡ് ഹന മാം. അപ്പൊ എല്ലാവരെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങളോട് 1-2 വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റൈസറിനെ, നമ്മുടെ CEO ആയിട്ടുള്ള റൈസറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. റൈസർ. ഓക്കെ, താങ്ക് യു സുനിത മാം. ഹായ് എവരിവൺ. ഇതിന് മുന്നേ വാക്ക് വിത്ത് ഇഗ്നോ എന്നുള്ള സെഷനിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേൺ വൈസ് ഫീച്ചേഴ്സ് എന്നുള്ള ആ ഒരു സെഷനിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കുറച്ചുകൂടി ക്ലോസ്ഡ് ഗ്രൂപ്പാണ്. BA സൈക്കോളജി ഫസ്റ്റ് ഇയേഴ്സ് ആണല്ലോ എല്ലാവരും. അപ്പം നിങ്ങളുടെ ആ ഒരു അക്കാഡമിക് ജേർണി ഇവിടെ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഒഫീഷ്യലി. അതായത് ടൈം ടേബിൾ ലോഞ്ചോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പം നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ലേൺ വൈസിനെ നിങ്ങൾ ഒരിക്കലും ഒരു ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ക്ലാസ് കാണാം, ബോറടിക്കുമ്പോൾ ഒന്ന് കണ്ടേക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മെന്റർ ഇടയ്ക്ക് ചോദിച്ചിട്ട് അല്ല എന്തായി എന്നുള്ള രീതിയിൽ വീക്ക്ലി നിങ്ങളെ കണക്ട് ചെയ്യും. അപ്പോൾ 1-2 ക്ലാസ് കണ്ടേക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും ലേൺ വൈസിനെയും നിങ്ങളുടെ ഇഗ്നോ പഠനത്തെയും നിങ്ങൾ കാണരുത്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം ഒരു റെഗുലർ ആയിട്ട് ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലോ പഠിക്കാനുള്ള അവസരമില്ല. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. നിങ്ങൾ വർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിൽ ബിസി ആയിട്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇഗ്നോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റന്റ് ആയിട്ട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്തവരാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് മിസ്സാവുക എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്സിങ് തന്നെയാണ്. നമുക്ക് റെഗുലർ ആയിട്ട് കോളേജിൽ പോയിട്ട് അവിടെ പോയി പഠിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലൊരു ഇന്ററാക്ഷൻ, നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരാള്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല പഠിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഫെസിലിറ്റിയാണ് നമ്മുടെ ലേൺ വൈസിൽ നമ്മൾ എടുക്കുന്നത്. അതായത് നമുക്ക് എക്സ്ട്രാ സെക്ഷൻസ്, അക്കാഡമിക്കിന്റെ പുറമേയുള്ള എക്സ്ട്രാ കരിക്കുലർ സെഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സ് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ നല്ല ക്ലാസ്സസ്, നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, അതിന്റെ നോട്ട്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവാം. ഒരിക്കലും ഇതൊരു നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ മാത്രം അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ കാണാം എന്നുള്ള രീതിയിൽ ഇതിനെ കാണാണ്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ റെഗുലർ കോളേജിൽ പഠിക്കുന്ന പോലെ തന്നെയുള്ള കാര്യം ആയിട്ട് എടുത്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിനെ എപ്പോഴും കണക്ട് ചെയ്യുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ നമുക്കും കുറച്ച് ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ട്, അവർക്ക് സെഷൻ നിങ്ങൾക്ക് 1-on-1 ആയിട്ട് ഒരു അരമണിക്കൂറിന്റെ സെഷൻ നിങ്ങൾക്ക് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ എല്ലാ തരത്തിലും ലേൺ വൈസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. ആ രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവാം. ഭയങ്കര ലൈവായിട്ട് നമുക്ക് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മീറ്റിംഗ് ഇടയ്ക്കുണ്ടായിരിക്കും, മന്ത്ലി മീറ്റിംഗ് കാര്യങ്ങളൊക്കെ മെന്റർ വിളിക്കും. അപ്പൊ അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാത്തിലും ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യുമ്പോഴേ നമുക്ക് അതിൽ സന്തോഷം ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മെന്റർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതേപടി നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സ്കോറോട് കൂടിയിട്ട്, അപ്പം നമ്മുടെ അലുമിനി ടോക്സിൽ നിങ്ങൾ വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിൽ MA സൈക്കോളജിയിൽ നമ്മുടെ ലേണറിന് തന്നെയാണ് ഒരു ഇന്ത്യയിൽ തന്നെ 1 ഓഫ് ദ ടോപ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ടോപ്പർ ആവാനും അല്ലെങ്കിൽ നല്ല മാർക്കോട് കൂടിയിട്ട് സൈക്കോളജി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ആ ഒരു രീതിയിൽ ഡ്രീം ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കാഡമിക് ജേർണി മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാ ഹെൽപ്പിനും എല്ലാ രീതിയിലും നിങ്ങളെ സഹായിക്കാൻ ലേൺ വൈസ് ഉണ്ട്. അപ്പം എല്ലാവർക്കും
വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും ഉഷാറായിട്ട് തന്നെ നിങ്ങളുടെ അക്കാഡമിക് ജേണി ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാത്തിനും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ വൺസ് അഗെയിൻ. അപ്പോൾ സാറ് പറഞ്ഞ വാക്കുകൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വെക്കുക. ഞങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു ആവേശം അല്ലെ, ഒരു വല്ലാത്തൊരു ആവേശം ഉണ്ടാവും തുടക്കത്തിൽ. അത് തീരുന്നത് വരെ നിങ്ങൾ കീപ്പ് ചെയ്ത് പോവുക. പിന്നെ എല്ലാവരും ഒന്ന് ക്യാമറ ഓൺ ചെയ്തേ. ക്യാമറ ഓൺ ചെയ്ത ഒരു 1-2 പേരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നല്ലോ. ഇനി ഇങ്ങനെ ഒരു സെഷൻ ഇപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നിങ്ങളുടെ ബാച്ച് മേറ്റ്സിനെ കാണണമെങ്കിൽ നമ്മുടെ ഓണം പ്രോഗ്രാമോ അല്ലെങ്കിൽ ക്രിസ്മസ് പ്രോഗ്രാമോ ഒക്കെ വരണം. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കുക. ഇത് അവസാനത്തെ ഓറിയന്റേഷനിലെ അവസാനത്തെ സെഷനാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. കുറെ പേര് ഓൺ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓൺ ചെയ്തവർക്കൊക്കെ താങ്ക് യു. സോ ഇനി നമുക്ക് അപ്പോൾ റൈസർ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ അത് കീപ്പ് ചെയ്ത് വെക്കണം. ലേൺ വൈസ് എപ്പോഴും നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി ഉണ്ടാവും. അതേപോലെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു 90% നിങ്ങളും ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നമ്മളടുത്ത് സംസാരിക്കാൻ വരുന്നത് നമ്മുടെ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആദില മാം ആണ്. മാം ജോയിൻഡ് ആണോ? കേൾക്കാമോ? അപ്പൊ അതുവരെ നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കളക്ട് ചെയ്യാം മാം. സുനിറ മാം. ഓ തീർച്ചയായിട്ടും അതിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ 9 സെഷൻസ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം എന്താണ് ലേൺ ബൈസ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും അല്ലെ. അപ്പോൾ നമ്മുടെ ഒരു ഓറിയന്റേഷൻ സെഷൻസും അതുപോലെ കുറെ പേര് നിങ്ങൾ മീറ്റ് ചെയ്തു. ലേൺ ബൈസ് ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേരെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു സെഷൻസ് ഒക്കെ, ഓറിയന്റേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഇതൊക്കെ പറയാനുള്ള ഒരു ടൈമാണ്. അപ്പൊ ആരാണ് ആദ്യം ഇങ്ങോട്ട് വന്ന്, ഞാൻ ആരുടെയും പേരൊന്നും വിളിക്കുന്നില്ല, ഇങ്ങോട്ട് വന്നിട്ട് ഒരു അഭിപ്രായമൊക്കെ പറയാൻ ആരാണ് വരുന്നത്? പറഞ്ഞോളൂ, കേൾക്കാം പറഞ്ഞോളൂ. ഓക്കെ, ആക്ച്വലി ഞാൻ ശരിക്കും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ജസ്റ്റ് ഒരു പാസീവായിട്ട് പോകുന്ന ഒരു പ്രോഗ്രാം എന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൈവ്ലിയാണ്, ശരിക്കും ആക്റ്റീവാണ്. ഒരു റെഗുലർ കോളേജിൽ പോകുന്ന പോലത്തെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇതുവരെയുള്ള സെഷൻസിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. മുന്നോട്ടും ഇങ്ങനെ തന്നെ ആക്റ്റീവായിട്ട് മുന്നോട്ട്, വളരെ സന്തോഷമുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സൂസൻ. ഹായ്, എന്റെ പേര് ജോയ്ക്കുട്ടി കേൾക്കാട്ടോ, പറഞ്ഞോളൂ. കേൾക്കാമല്ലോ അല്ലേ? ഇത് വളരെ ഞാൻ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ഉള്ള പാർട്ടിസിപ്പന്റ് പറഞ്ഞ പോലെ കുറച്ചിങ്ങനെ പാസീവായിട്ട് പോകുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്കിപ്പോ ഒരു പ്രൈമറി ക്ലാസ്സിലൊക്കെ എങ്ങനെയാണോ ഒരു കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് അതിനേക്കാൾ മെച്ചമായിട്ട് വളരെ നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോ ഉഴപ്പണമെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് ഉഴപ്പാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടി നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ലേൺ വൈസിന്റെ നല്ലൊരു ഓർഗനൈസേഷണൽ കപ്പാസിറ്റി ആണ് ഇവിടെ കാണുന്നത്. അത് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു ഇംപ്രഷൻ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ അതാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷ പൂർണ്ണമായിട്ടും 100% നീതി പുലർത്താൻ ഞങ്ങളും ഞങ്ങളുടെ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്രയും കഴിഞ്ഞ സെഷൻസിന്റെ അല്ലെ, ഒരു 9 സെഷൻസ് കഴിഞ്ഞ് നമ്മൾ ഫൈനൽ സെഷനിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇത്രയും കഴിഞ്ഞു പോയ നമ്മുടെ സെഷന്റെ ഒരു റാപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ സെഷനിലൊക്കെ ഉണ്ടായിരുന്നത്, ഇത്രയൊക്കെ നമ്മൾ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നുള്ളതിന് ചെറുതായിട്ട് എല്ലാ പോർഷൻസും ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അല്ലെ അക്ഷര മാം? കാണുന്നില്ലേ? കാണാം, പ്ലേ ചെയ്യും. Visual journey through the vibrant and unforgettable moments of the July 2024 batch. Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained.
sessions conclude, the bonds and memories we've forged will endure. ഓക്കെ, സോ അതാണ് നമ്മുടെ ഒരു വീഡിയോ. അപ്പൊ ടുഗദർ വി ഗ്രോ അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു വാക്ക് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മുടെ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആദില മാം ആണ്. മാം, ഓവർ ടു യു. അയ്യോ, കേൾക്കാലോ അല്ലെ ഞാൻ പറയുന്നേ? കേൾക്കാം, ഓഡിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദില, ഞാൻ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ് ആണ് SSC. നമ്മുടെ മെന്റർഷിപ്പിലെ പോലെ തന്നെ വിത്തൗട്ട് മെന്റർഷിപ്പിൽ അഡ്മിഷൻ എടുത്ത് സ്റ്റുഡൻസ് ആണ് നമ്മളുടെ ഡിവിഷനിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പോലെ തന്നെ പാരലൽ ആയിട്ട് പോകുന്ന ഒരു ടീമാണ് നമ്മളുടെ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഓറിയന്റേഷൻ എല്ലാം നമ്മളിവിടെ റാപ്പപ്പ് ചെയ്യാണ്. നന്നായിരുന്നു സെഷൻസ്, നല്ല വിചാരിക്കുന്നു. നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയി, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പുതിയൊരു ഈ ജേണിയിൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഫുൾ എഫേർട്ട് എടുത്തിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ലേൺവൈസിന്റെ എല്ലാ പ്ലാറ്റ്ഫോംസും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ PA ഹാപ്പിനെസ് അംബാസിഡർ പോലെയുള്ള സെഷൻസ് എല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഈ കോഴ്സ്, ഈ ഒരു ജേണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. താങ്ക് യു. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ ടൈം ടേബിൾ ലോഞ്ചിങ് ആണ്. അപ്പോൾ ഈ ഒരു മൊമെന്റ് തൊട്ട് നിങ്ങൾ ഒഫീഷ്യലി നമ്മുടെ ക്ലാസ്സുകളും പഠനങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സാർ ഓഡിബിൾ ആണോ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ല? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഗുഡ് ഈവനിങ് എവ്രി വൺ. അപ്പോൾ നിങ്ങൾ സുനിറ മാം അതുപോലെ ഹന മാം ഉണ്ട്, ഇവരെല്ലാവരും അക്ഷര മാം ഒക്കെ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓറിയന്റേഷന്റെ 10ാമത്തെ സെഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ? നിങ്ങൾക്ക് വേണ്ടി 10 ഡിഫറെന്റ് സെഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്രിഡ്ജ് കോഴ്സ് പോലെ, ഒരു ബ്രിഡ്ജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനിലാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. കാരണം നിങ്ങൾ ഇവിടെ എല്ലാവരും വന്നതിന് ഒരു പ്രധാന ഉദ്ദേശം നിങ്ങളുടെ എവിടെയെങ്കിലും വെച്ച് നിന്ന് പോയിട്ടുള്ള സ്റ്റഡീസ് എന്താ പറയാ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫർദർ ആയിട്ടുള്ള മുന്നോട്ടുള്ള എഡ്യൂക്കേഷൻ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നമുക്കൊരു ടൈം ടേബിൾ. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ ചേർന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഡേ നമുക്ക് തരുന്നതാണ് ടൈം ടേബിൾ പറഞ്ഞ കാര്യം അല്ലെ? അപ്പൊ ആ ടൈം ടേബിൾ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് ക്ലാസ്സും കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ ആപ്പ് നോക്കി കഴിഞ്ഞാൽ കുറെ കോഴ്സസ് കാണും, അല്ലെങ്കിൽ നമ്മളെ ഡിഫറെന്റ് കോഴ്സസും കാര്യങ്ങളൊക്കെ കാണും. അതിൽ എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, ഏതാണ് ഏറ്റവും എന്ത് വെച്ച് പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സംഭവം, ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ലേൺ വൈസ് ഫോളോ ഓരോ ദിവസവും നിങ്ങൾ നമ്മളുടെ ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് തൊട്ട് ഓരോ ദിവസവും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പൊ ആ ടൈം ടേബിൾ നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോട് കൂടി ഞാൻ റിലീസ് ചെയ്യാം. ഞാൻ ഷെയർ ചെയ്യാമേ. സുനില മാം, നമ്മളിൽ 4 ഇയർ പ്രോഗ്രാമും 3rd ഇയർ ഉണ്ടല്ലോ, 2 ഉണ്ടല്ലോ അല്ലെ? 2 ലേണേഴ്സും ഇല്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങളുടെ BAP 3 ഇയർ പ്രോഗ്രാം ജൂലൈ 24 ടൈം ടേബിൾ ആണ് നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം, നിങ്ങൾക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ പേപ്പർ വെച്ചിട്ടാണ്. അതിന്റെ മുന്നേ പറയാം, നിങ്ങൾക്ക് മെയിൻ ആയിട്ടല്ല 8 പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടാവുക. 4 കോർ പേപ്പേഴ്സും പിന്നെ 4 നമ്മളെ എന്താ പറയാ എബിലിറ്റി എൻഹാൻസ്മെന്റ് പ്രോഗ്രാം, അങ്ങനത്തെ കോഴ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി സിലബസ് ഡീകോഡിംഗിൽ നിങ്ങളോട് മെന്റേഴ്സ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 2 കോർ പേപ്പേഴ്സ് ഈ ഒരു നമ്മൾ മൊത്തം ടൈം ടേബിളിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഓഗസ്റ്റ് ടു ഡിസംബർ എന്ന് പറഞ്ഞൊരു സെഷനും, പിന്നെ വന്നിട്ട് ജാനുവരി ടു അടുത്ത ജൂൺ. നിങ്ങൾക്ക് അടുത്ത ജൂലൈയിലായിരിക്കും ഇതിന്റെ എക്സാംസ് വരിക. നമ്മളുടെ ബാക്കി യൂണിവേഴ്സിറ്റീസ് പോലെ ഒന്നും അല്ല. ഇഗ്നോയുടെ എക്സാംസ് കറക്റ്റ് ആയിട്ട് ഡിസംബർ മന്തിലും ജൂൺ മന്തിലും. ഡിസംബർ 1 എന്നുണ്ടെങ്കിൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ജാനുവരിയിൽ അഡ്മിഷൻ എടുത്ത ലേണേഴ്സ് ആണെങ്കിൽ, ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത ലേണേഴ്സ് ആണെങ്കിൽ എന്തായാലും അത് ജൂൺ 1 എന്നുള്ള രീതിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതൊരു മാറ്റവും ഇഗ്നോയിൽ ഉണ്ടാവാറില്ല. ഇപ്പൊ കറക്റ്റ് ആയിട്ട് എക്സാംസ് നടന്നു പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ടൈം ടേബിൾ നമ്മളിപ്പോ ഓഗസ്റ്റ് ടു ഡിസംബർ എന്ന് പറഞ്ഞൊരു ടൈം ടേബിൾ, ഐ മീൻ ഒരു ഫ്രെയിം, അതുപോലെ പിന്നെ ജാനുവരി ടു ജൂൺ എന്നുള്ള പറഞ്ഞൊരു ടൈം സ്ലോട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഓഗസ്റ്റ് ടു ഡിസംബറിൽ നമ്മൾ 4 പേപ്പേഴ്സ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. അതിൽ നമ്മൾ സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അതുപോലെ ബയോ സൈക്കോളജി, പിന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസും, അതുപോലെ ജെൻഡർ സെൻസിറ്റൈസേഷൻ, സൊസൈറ്റി ആൻഡ് കൾച്ചർ. ഈ 4 പേപ്പറാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഗസ്റ്റ് ടു ഡിസംബറിൽ ഉണ്ടായിരിക്കുക. അപ്പൊ ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പൊ 5th നിങ്ങൾ വേറെ ഒരു വീഡിയോ കാണണ്ട, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറഞ്ഞ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ എവിടെയാണോ നോക്കാം, ആപ്പിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് സൈക്കോളജി എന്താ വെറുതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ദിവസം ഒരു 1 hour ആണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കണമെങ്കിൽ 34 മിനിറ്റിന്റെ എങ്ങാണ്ട് വീഡിയോ ആണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. അത് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ജനറൽ ആയിട്ട് വെറുതെ സൈക്കോളജി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. ആൻഡ് 6th മുതൽക്ക് നിങ്ങൾക്ക് എന്താണ് ലെസൺ 1 ബ്ലോക്ക് 1 നിങ്ങളെ ആപ്പിൽ സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറഞ്ഞൊരു ഒരു ഫോൾഡർ കാണും. ആ ഫോൾഡർ പോയിട്ട് എന്ത് ചെയ്യുക, അതിൽ ലെസൺ 1 ആണ് നിങ്ങൾ ഫസ്റ്റ് ഡേ ഓഗസ്റ്റ് 6 കാണേണ്ടത്. അതിന്റെ കൂടെ ലെസൺ 2 കൂടി നിങ്ങൾ എന്ത് ചെയ്യണം കാണും. ഇവിടെ ടൈം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 10:30 AM, 7:30 PM, 7:30 PM എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ആ ടൈമിൽ നിങ്ങൾ ഈ വീട്ടിൽ ഈ പഠിക്കുകയാണ് മാത്രം, ഈ പഠിക്കാൻ വേണ്ടി ഫുള്ളി ഡിവോട്ടഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടൈം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ നിങ്ങൾ കുറെ വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ആയിട്ട് നിങ്ങൾ ബിസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ടൈം ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ഡേ 6th ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു 2 ലെസൺസ് കണ്ടിരിക്കണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചു. ആ ടൈം നിങ്ങളുടെ കൺവീനിയന്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ലെസൺ 1 ബ്ലോക്ക് 1 ലെസൺ 1 കാണുന്ന കൂടെ ലെസൺ 1 ആ ഒരു വീഡിയോ കാണൽ മാത്രമല്ല ഉദ്ദേശിച്ചത്, ആ ഒരു ഫോൾഡറിലുള്ള നിങ്ങൾ SLM നിങ്ങൾ വായിച്ചിരിക്കണം, വാല്യൂ ആഡഡ് നോട്ട്സ് നിങ്ങൾ വായിച്ചിരിക്കണം, എക്സാം പീരിയഡ് നിങ്ങൾ വായിച്ചിരിക്കണം. അതുപോലെ ലെസൺ 2ന്റെയും ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചിട്ട് വേണം ഫൈനൽ കംപ്ലീറ്റ് ചെയ്യാൻ. അതുപോലെ നെക്സ്റ്റ് ഡേ ലെസൺ 3, അതിന്റെ ലെസൺ 3 പാർട്ട് 1 പാർട്ട് 2 ആണെങ്കിൽ ഇതിൽ ടൈം ടേബിളിൽ കൊടുത്ത പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സാക്ട് ആയിട്ട് നിങ്ങളുടെ ആപ്പിൽ അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ അത് ഫോളോ ചെയ്ത് നിങ്ങൾ പോയാൽ മതി. ആൻഡ് ഓഗസ്റ്റ് 8 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോക്ക് നിങ്ങൾ കണ്ടു കഴിയുക പറഞ്ഞാൽ എന്താ, അതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, SLMs നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, വാല്യൂ ആഡഡ് നോട്ട്സ് നോക്കിയിട്ടുണ്ടായിരിക്കും, എക്സാം വീഡിയോസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് 3 ദിവസം അതിന്റെ ലൈവ് സെഷന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്ന ദിവസങ്ങൾ. എന്താ ലൈവ് സെഷൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളെ മെന്റേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഏതർ ഫാക്കൽറ്റി ഓർ മെന്റർ വന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ ഈ ഒരു ക്ലാസ്, ഐ മീൻ ഈ ഒരു സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ബ്ലോക്കിന്റെ കാര്യങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം ആ ഒരു ദിവസങ്ങളിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാം ഇതിന്റെ ഒരു സമ്മറി, ഈ ബ്ലോക്ക് 1 എന്തൊക്കെയാണ് ഒരു സമ്മറി നിങ്ങൾക്ക് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും പറഞ്ഞു തരും. അപ്പൊ ഒരിക്കലും SLM by SLM വേർഡ് ബൈ വേർഡ് പറഞ്ഞു തരിക അല്ല നമ്മൾ ലൈവ് സെഷനോട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു പിക്ചർ, ഈ ഒരു ബ്ലോക്ക് 1 അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള രീതിക്കാണ്. ഈ 3 ദിവസവും നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും നല്ല ഉദ്ദേശിച്ച് 1-2 ദിവസമായിരിക്കും, ചിലപ്പോൾ ഒരു ദിവസമായിരിക്കാം. ബാക്കി ദിവസങ്ങൾ നമ്മൾ കൊടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെസൺ 3 നിങ്ങൾ കണ്ടു കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഒന്നുകൂടി അത് കാണണം, അത് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവാച്ച് ചെയ്യാനുള്ള ടൈമും കൂടിയാണ് നമ്മൾ ആ ഒരു ദിവസങ്ങളിൽ ടൈം ടേബിൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എക്സാക്ട് ആയിട്ട് ബ്ലോക്ക് 1 കണ്ടു കഴിഞ്ഞു പറഞ്ഞാൽ ബ്ലോക്ക് 1 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ഫർദർ ആയിട്ടൊന്നും ഈ ഒരു ഓഗസ്റ്റ് 13 ശേഷം അതിന് പെൻഡിങ് ഒന്നും, ലൈവ് കൂടി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാം അത് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞു എന്നുള്ള രീതിക്കാണ് നമ്മൾ ടൈം ടേബിൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അഗൈൻ നമ്മൾ അത് ബ്ലോക്ക് 1 ലൈവ് സെഷൻ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ബ്ലോക്ക് 2 ഇതുപോലെ വരും. അത് കഴിഞ്ഞാൽ ലൈവ് സെഷൻസ് ഉണ്ടാവും. ബ്ലോക്ക് 3 വരും. അത് കഴിഞ്ഞാൽ ലൈവ് സെഷൻസ് ഉണ്ടാവും. അങ്ങനെ ഈ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെപ്റ്റംബർ 3 ആകുമ്പോഴേക്കും ഫസ്റ്റ് നമ്മളെ സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സെപ്റ്റംബർ 4 നിങ്ങൾക്ക് നെക്സ്റ്റ് പേപ്പറായ ബയോ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യും. ബയോ സൈക്കോളജി ഇതുപോലെ തന്നെ ആയിരിക്കും, ഞാൻ ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റിൽ മാറ്റേണ്ടതേ ഉള്ളൂ. പക്ഷെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുപോലെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. നിങ്ങൾ ക്ലാസ് കാണുക, അതിന്റെ കൂടെ അതിന്റെ എന്താ പറയാ ലെസൺസ് കാണുക, SLMs വായിക്കുക, വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം വീഡിയോയും കംപ്ലീറ്റ് ചെയ്യുക, നോക്കുക, അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുക. ആൻഡ് അതിനുശേഷം അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്തുണ്ടായിരിക്കും, എൻവയോൺമെന്റൽ സ്റ്റഡീസ് ഉണ്ടായിരിക്കും. അതും സെയിം പാറ്റേൺ. എൻവയോൺമെന്റൽ സ്റ്റഡീസ് നിങ്ങൾക്ക് അറിയാം, അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രം വരുന്ന പേപ്പറാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ അതിനും ലേൺ വൈസ് നിങ്ങൾക്ക് ലൈവ് സെഷൻസും കാര്യങ്ങളും തരുന്നുണ്ടായിരിക്കും. അതിനുശേഷം ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ 6 ബ്ലോക്കിലെ പേപ്പറാണ്. അതും നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക്
ലൈവ് സെഷൻസ് കാര്യങ്ങളായിട്ട് കൊണ്ട് ആൻഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു November 26 ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ 4 സബ്ജക്ട് ലൈവ് സെഷൻ ഇൻക്ലൂഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞു. അതിനുശേഷം ഒരു മാസത്തോളം നിങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ വീണ്ടും പഠിക്കാനുള്ള അവസരമാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ നമ്മൾ ഹൗസ് ഹോൾഡ് ആയിട്ട് ബിസി ആയിട്ടുള്ളവരും നമ്മൾ തിരക്കുള്ളവരായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വട്ടം നമ്മൾ ഫുള്ളി ഡിവോട്ടഡ് ആയിട്ട് സ്റ്റഡീസിൽ ഇരിക്കാൻ പറ്റുന്നവരായിരിക്കില്ല മേ ബി. സോ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് ഒന്നുകൂടി ഇത് കാണാനോ ലെസൺസ് വായിക്കാൻ, അല്ലെങ്കിൽ ഈ മോക്ക് എക്സാം പറഞ്ഞതാണ് ലേൺ വൈസ് നടത്തുന്ന മോക്ക് എക്സാം എന്നല്ല, നിങ്ങളുടെ ആപ്പിൽ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനോട് ചോദിക്കാം. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ലേൺ വൈസിൽ ചേർന്ന് കഴിഞ്ഞ് കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 24th December വരെ എന്താ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ടൈം ടേബിൾ ആയിരിക്കും ഉണ്ടാവുക. അതിനുശേഷം അഗൈൻ January 1, 2025 മുതൽ അടുത്ത 4 പേപ്പറിന്റെ ടൈം ടേബിൾ ആയിട്ടായിരിക്കും നമുക്ക് നിങ്ങളെ മെന്റേഴ്സ് നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതാണ്. സോ നമ്മുടെ ഇപ്പൊ നിങ്ങൾക്ക് ഈ പേപ്പർ അല്ല, നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ സൈക്കോളജി കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അത് കാണാം, ഒരു കുഴപ്പമില്ല. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈവ് സെഷൻസ് ഫുള്ളി ഇത് വെച്ച് മാത്രമായിരിക്കും, നമ്മൾ ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും ലൈവ് സെഷൻസ് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഡൗട്ടോ കാര്യങ്ങളോ വരുമ്പോൾ നോട്ട് ഡൗൺ ചെയ്ത് നിങ്ങളുടെ ഫാക്കൽറ്റീസിനോടോ മെന്റേഴ്സിനോടോ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകണം. സോ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ എങ്ങനെയാണ് ഇവിടെ നമ്മൾ എങ്ങനെയാണ് ടൈം ടേബിൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. സോ അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തതിനൊരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടാവും, അല്ലെങ്കിൽ അതെന്താണോ അതെന്ത് റീസൺ ആയാലും ചിലപ്പോൾ നമുക്ക് പഠിച്ചും ഒന്നുകൂടി ഫർദർ ഡിഗ്രീസ് എടുക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല പ്രൊമോഷനോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ ഫുൾഫിൽ ചെയ്യാൻ പറ്റട്ടെ, ഏറ്റവും ഫ്ലൈങ് കളേഴ്സോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. അതിനുള്ള ലേൺ വൈസ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളുടെ മെന്റേഴ്സ് ഒരു മെസ്സേജിന്റെ ദൂരത്ത് എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ഫാക്കൽറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റിനോട് ഡൗട്ട് ക്ലിയറൻസോ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സിനെ അറിയിച്ചാൽ മതി. അവർ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ അറിയിക്കും. നമ്മൾ ഫാക്കൽറ്റിനോട് ചോദിച്ചത് ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ക്ലാരിഫൈ തരും. അപ്പോൾ എല്ലാ റിസോഴ്സും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ അലുമിനി ടോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമുക്ക് ടോപ്പേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് സൈക്കോളജി, MS സൈക്കോളജി. സോ അതുപോലത്തെ ഒരു എന്താ പറയാ ഒരു ലേൺ വൈസ് ജേർണി അല്ലെങ്കിൽ ഒരു ഇഗ്നോ ജേർണി ആവട്ടെ നിങ്ങൾക്ക് എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ, ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് അശോക് സർ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടൈം ടേബിൾ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ അല്ലേ? ഈ ഒരു രീതിയിൽ തന്നെ സാറ് പറഞ്ഞതുപോലെ ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഐഡിയ ഉണ്ടാവുമായിരിക്കും, ഒരു ടൈം ടേബിൾ ഉണ്ടെന്നും അതിനനുസരിച്ച് ഫോളോ ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെന്റേഴ്സിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ തുടക്കം മുതൽ ഫസ്റ്റത്തെ ഒരു സേ ഹെലോ ടു എന്ന് പറയുന്ന ഒരു സെഷനിൽ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരെ നമ്മൾ ലാസ്റ്റത്തെ സെഷനിൽ ഒരു 2-3 പേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും, അവരെ ഇവിടെ ഈ ലാസ്റ്റ് സെഷനിൽ പറയുന്നതായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. ഫസ്റ്റ് സെഷനിൽ നമ്മൾ അത് കണ്ടതാണ്. എല്ലാവരും നല്ല രീതിയിൽ ഗെയിമിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് കയറിയതാണ്. പക്ഷെ അത് മാത്രമല്ല, അതിന്റെ കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ ഡെയിലി അയച്ചു തരുന്ന ടാസ്കുകൾ, പിന്നെ ഈ ഒരു സെഷനിൽ തന്നെ എപ്പോഴും ക്യാമറയൊക്കെ ഓൺ ചെയ്ത് അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന, എല്ലാ രീതിയിലും എല്ലാ സെഷനും അറ്റൻഡ് ചെയ്യുന്ന, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി 2-3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇനി അടുത്ത നമ്മൾ പറയാനിരിക്കുന്നത്. അക്ഷര മാം, നമുക്ക് അനൗൺസ് ചെയ്യാം അല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വിർച്വലി ആണ്, പക്ഷേ ആ ഒരു സ്പേസ് നമ്മളിവിടെ ഉണ്ടാക്കരുത്. മാക്സിമം നമ്മൾ ആ സ്പേസ് അടുപ്പിക്കാൻ ശ്രമിക്കണം. റിയാക്ട് ചെയ്തിട്ടൊക്കെ നമ്മുടെ ബാച്ച്മേറ്റ്സിനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് അനൗൺസ് ചെയ്യാല്ലേ മാം? പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ നമുക്ക് ഡെയിലി സെഷൻസ് കഴിയുമ്പോൾ അതിന്റെ ടാസ്കുകളും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ ഡെയിലി ടാസ്കുകൾ തരുന്നു, അപ്പൊ നിങ്ങൾ അത് ഫില്ല് ചെയ്ത് അയക്കുന്നു. പിന്നെ അതിന്റെ ഒരു ഇന്ററാക്ഷൻ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു 3 ആളെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 3 ആളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്തത്. അല്ലാതെ ഇനിയിപ്പോ ഇത് നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല എന്ന് വിചാരിച്ചിട്ട് ആരും സങ്കടമൊന്നും പെടണ്ട. ഇതൊരു തുടക്കം മാത്രമായിട്ട് കാണുക. ഇനി അങ്ങോട്ട് നമുക്ക് മെന്റേഴ്സിന്റെ അണ്ടറിൽ നമ്മൾ മന്ത്ലി മീറ്റിംഗും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പോ ഇതുപോലെ വേറെ കുറെ അച്ചീവ്മെന്റ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഇല്ല എന്നാണെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ, അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ഉണ്ടോ? സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ആള്, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഉണ്ടോ?
ഉണ്ട് മാം. എവിടെ കാണാനില്ലല്ലോ? വീഡിയോ ഒക്കെ ഓൺ ചെയ്യൂ, കാണട്ടെ. താങ്ക് യു മാം. ഒട്ടും ആ പ്രതീക്ഷിച്ചില്ല. ഓക്കെ. ആണോ? ഞാൻ ആരായിരിക്കും നോക്കിക്കായിരുന്നു. ഫസ്റ്റ് ആ പേരെ പറഞ്ഞു. ഓക്കെ. എല്ലാരും കൈയടിച്ചൊന്ന് ശ്രീലക്ഷ്മി. അപ്രിഷിയേറ്റ് ചെയ്യണം. അതെ അതെ, ഒന്ന് റിയാക്ട് ഒക്കെ ചെയ്യൂ. താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമേഴ്സ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി എന്തെങ്കിലും ഒന്ന് പറയേ, എന്ത് തോന്നുന്നു? കരണ്ടാവും, എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. ഞാൻ അത്ര ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. ഫസ്റ്റ് പേരെ എന്നെ കാണിച്ചപ്പോ ഭയങ്കര സന്തോഷം വരുന്നു. ഞെട്ടിപ്പോയോ? ഇല്ല. ഞാൻ എല്ലാരെ പോലെ അത്ര ആക്റ്റീവ് ആയിട്ട് നിന്നിട്ടില്ല. എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോ അമ്മയെ കൂടി വരുന്നുണ്ട്. താങ്ക് യു മാം. ഇതിന് താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം അല്ലേ മാം? അക്ഷര മാം. സോ യുസ്ര സെക്കൻഡ് വൺ. യുസ്ര എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഫസ്റ്റ് സെഷനിലൊക്കെ ഓടിപ്പിടിച്ച് നടന്നത് അല്ലേ അക്ഷര മാം? നമ്മുടെ ഗ്രാബ് ആൻഡ് റണ്ണിന് വേണ്ടിയിട്ട് കിച്ചണിലേക്കൊക്കെ ഓടി നടന്നത്. യൂസറല്ലായിരുന്നോ? So, അതെ അതെ താങ്ക് യു. ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാനും എക്സ്പെക്ട് ചെയ്തില്ല. നിങ്ങൾ ഇപ്പൊ മാം പറഞ്ഞപ്പോ തന്നെ ഇതൊക്കെ നിങ്ങൾ ഇത്രയും നോട്ട് ചെയ്ത് ഓർത്ത് വെച്ചിട്ടുള്ളതിൽ തന്നെ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഞങ്ങളെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും നോട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മാസത്തിന്റെ അവസാനം നമ്മൾ മന്ത് എൻഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെയുള്ള ഓരോ മാസത്തിലെയും ബെസ്റ്റ് പെർഫോമേഴ്സിനെ, അത് ഇതുപോലെയുള്ള നമ്മുടെ കലാപരിപാടികളുടെ ബേസിലല്ല, നമ്മുടെ ഇനി അങ്ങോട്ടുള്ള അക്കാഡമിക്സിന്റെ ബേസിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന, അതുപോലെ നമുക്ക് ഡെയിലി നിങ്ങൾ പഠിക്കുന്ന അപ്ഡേഷൻസ് ഒക്കെ അയച്ചു തരുന്ന, അങ്ങനെയുള്ള പല കാര്യങ്ങളും വെച്ചിട്ട് ഇനിയും ഓരോ മാസവും നമ്മൾ ബെസ്റ്റ് പെർഫോമേഴ്സിനെ എടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇനി അങ്ങോട്ടും നമുക്ക് ഓരോരുത്തർക്കും ചാൻസ് ഉണ്ട്, അതും കൂടെ ഓർക്കുക. ഇനി നമുക്ക് അവസാനത്തെ ഒരാളെയും കൂടെ കാണാം അല്ലെ, ബെസ്റ്റ് പെർഫോമറെ. അക്ഷര മാം, ഞാൻ തുടക്കത്തിലേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, തുടക്കം മുതൽ ഇവിടെ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. എവിടെ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഞാൻ ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തത്. ഇതൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഇത് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സെലക്ഷനാണ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സെലക്ഷൻ. താങ്ക്സ്. ഓക്കെ. ഓക്കെ. നിങ്ങള് ഡെയിലി നമ്മളൊരു സെഷൻസിന്റെ മീറ്റിംഗ് അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മള് ആപ്പിലേക്ക് പോകുമ്പോ തന്നെ നിങ്ങളുടെ സെഷന്റെ ആ കംപ്ലീറ്റ് ആക്ഷൻ ടാസ്കുകളൊക്കെ സെൻഡ് ചെയ്യുന്ന ആളല്ലേ? അപ്പൊ പിന്നെ ഡിസ്റ്റർബിങ് തന്നെ അല്ലേ? അപ്പൊ ഇത് കിട്ടാത്ത ആൾക്കാര്, ഇൻക്ലൂഡ് ചെയ്യാത്ത ആൾക്കാര്, നിങ്ങളൊക്കെ ആക്റ്റീവ് തന്നെയായിരുന്നു, നിങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കര എന്താ പറയാ, ഒരു 3 ആൾക്കാരെ മാത്രമാണ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിബന്ധന ഉള്ളത് കൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാതിരുന്നത്. ഇത് ഓക്കെ, നമ്മൾ ഇതിലല്ല എന്നാണെങ്കിൽ വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ നമ്മൾ തരുന്നുണ്ട്. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല കേട്ടോ. ഓക്കെ. അപ്പൊ 3 പേർക്കും കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ നിങ്ങളെവരെയും ഞാൻ നമ്മൾ തുടക്കം മുതൽ പറയുന്നതാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ അല്ലെ? സുനീറ മാമിന്റെ കണക്ഷൻ പ്രശ്നമുണ്ട് തോന്നുന്നു അല്ലേ അക്ഷര മാം? കുഴപ്പമില്ല. അപ്പൊ ഇത്രയും നമ്മള് കൺക്ലൂഡ് ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ ഇത് 9ാമത്തെ സെഷനും കഴിഞ്ഞു. ഇത് നമ്മുടെ ഫൈനൽ സെഷൻ ആണല്ലോ. അപ്പോ ഇത്രയും ഒരു 9 ജേർണി അല്ലെങ്കിൽ ഈ ഒരു 9 സെഷന്റെ അപ്പുറത്തോട്ടേക്ക് നിങ്ങൾ മെൻറ്ററോ ആയിട്ട് 1-to-1 സെഷൻ നടത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ജേർണി അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിപ്പോ 2 ആൾക്കാർ വന്ന് പറഞ്ഞല്ലോ ഫീഡ്ബാക്ക് ഒക്കെ. അപ്പൊ അതുപോലെ നിങ്ങളുടെ ഈ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് അറിയാൻ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളെ പേരൊന്നും വിളിക്കാതെ നിങ്ങൾ ഓരോരുത്തരായിട്ടൊന്ന്, എല്ലാരും അല്ല എന്നാലും 2-3 ആൾക്കാരൊക്കെ ഒന്ന് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഫീഡ്ബാക്കിനായിട്ട് 2 പേരെ ഒന്ന് മുന്നോട്ട് വരിക.
അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 12th കഴിഞ്ഞ് ഈ വർഷമാണ് 12th പാസ് ഔട്ട് ആയത്. അപ്പൊ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. ചെറിയ പേടി ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ക്ലാസ്സസ് അങ്ങനെയൊക്കെ. പക്ഷെ അശ്വിനി മാം ആയിരുന്നു എന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ലൈക് മെന്റേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഹെൽപ്പ് ചെയ്തു. ഡീറ്റെയിൽസ് ആയിട്ട് സ്റ്റാർട്ടിങ് മുതൽ തന്നെ എല്ലാം പറഞ്ഞു തന്നു. അപ്പോ ആ ഒരു ചെറിയ പേടിയൊക്കെ മാറി. പിന്നെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വന്നപ്പോ തന്നെ നല്ലോണം മനസ്സിലായി, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ലോണം പഠിക്കാൻ പറ്റി. എളുപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്ലാസ് ഒക്കെ. പിന്നെ നിങ്ങളുടെ ഇതുപോലത്തെ ഓരോ സെക്ഷൻസ് വെക്കുമ്പോഴും അതിൽ ആക്റ്റീവ് ആകാൻ നോക്കുന്നുണ്ട്, പറ്റുന്ന അനുസരിച്ച് ടൈം അനുസരിച്ചിട്ടൊക്കെ. താങ്ക്സ്. ശ്രീലക്ഷ്മി, ജോയ്ക്കുട്ടി, ആരെങ്കിലും? ഗുഡ് ഈവനിങ് ഒരിക്കൽ കൂടെ. ഞാന് ഇലക്ട്രിസിറ്റി ബോർഡിൽ എക്സിക്യൂട്ടീവ് ജനറൽ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ കഴിഞ്ഞ മെയ് 31 റിട്ടയർ ആയതാണ്. അപ്പൊ കുറേ അധികം ഓപ്ഷൻസ് ഇങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഞാൻ ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ടാണ് ലേൺവൈസിൽ അവസാനം ലേൺവൈസിലേക്ക് ആഡ് ചെയ്തിപ്പെട്ടത്, അതിൽ ജോയിൻ ചെയ്തത്. ഒരു 3-4 സെഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നി, എനിക്ക് ഭയങ്കര അമേസിങ് ആയിട്ട് തോന്നി, സർപ്രൈസിങ് ആയിട്ട് തോന്നി. കാരണം ഇത്രയും നല്ല ഓർഗനൈസേഷൻ സെറ്റപ്പും നല്ല ഫീഡ്ബാക്കും നല്ല ഫോളോ അപ്പും എല്ലാം അടങ്ങിയ ഒരു സെറ്റപ്പിലേക്കാണ് വരാൻ സാധിച്ചതെന്ന് മനസ്സിലാവുന്നു. ഞാനിവിടെ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ അല്ലാതെ ഉണ്ട്. അപ്പൊ അതും ഇതുപോലൊരു സെറ്റപ്പിലേക്ക് മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഗോൾസ് എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു അനുഭവത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ലേൺവൈസിനെ കുറിച്ച് നല്ലൊരു കോൺഫിഡൻസ് ഇപ്പൊ ജനറേറ്റ് ആയിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു 3 വർഷത്തെ ഒരു പീരീഡിൽ നല്ല രീതിയിൽ ഈ സൈക്കോളജി ഒന്ന് പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോ അതാണ് എനിക്ക് പറയാനുള്ള ഫീഡ്ബാക്ക്. പിന്നെ ഈ ഒരു സെലക്ഷൻ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഒത്തിരി പ്രായം കുറഞ്ഞ ഒത്തിരി കുട്ടികളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോ അവരൊക്കെ ഈ ഒരു ലെവലിലേക്ക് വരും. നമുക്ക് ഒരു എബോവ് ആവറേജ് സ്റ്റഡിയെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ പെർഫോമർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ ആയി എന്ന് വേണം പറയാൻ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. താങ്ക് യു ജോയ്. അപ്പോ നമുക്ക് ഇനി ഒരു 2 പേരും കൂടെ ഒന്ന് മുന്നോട്ട് വന്ന ഒരു ഫീഡ്ബാക്ക് ഒക്കെ തന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. ആരൊക്കെയോ റെഡി ആയിരുന്നു? ആരുമില്ലേ? ആരൊക്കെയോ നേരത്തെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹായ്. പറഞ്ഞോളൂ, പേരും കൂടെ പറയണേ. എന്റെ പേര് അഞ്ജനി. കേക്കാവോ? ലേൺവൈസ് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നോ ക്ലാസ്സസ് ഉണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ആകെ കിട്ടിയിരുന്ന ഇൻഫർമേഷൻ, എനിക്ക് ഇഗ്നോയിൽ ജോയിൻ ചെയ്യുക, എന്തൊക്കെയാ ചെയ്യേണ്ടെന്നുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു ഓർഗനൈസേഷൻ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ഉണ്ട്. ക്ലാസ്സസ് എല്ലാം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ടൈം സോൺ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മെന്റർ കുറച്ച് കാര്യങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതുകൊണ്ട് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പക്ഷെ എനിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ലേൺവൈസ് ആണെങ്കിലും ഏത് വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ സിൻസിയർ ആയിട്ട് പറഞ്ഞാൽ എന്നെ പോലുള്ള ഒരാൾക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള രീതിയിലല്ല ഒരു പ്ലാറ്റ്ഫോമും. പക്ഷെ കമ്പയർ ചെയ്യുകയാണ് വേറെ സ്ഥാപനങ്ങൾ വെച്ചിട്ടെങ്കിൽ ഇതെനിക്ക് കുറച്ച് ഫ്രണ്ട്ലി ആണ്. കുറച്ചും കൂടി എനിക്ക് ആക്സസ് ചെയ്യാനും സെപ്പറേറ്റ് ഒരു മെന്ററെ തരിക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ പോലുള്ളവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഞാൻ മാക്സിമം അതിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ പോലെ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് പറയാനുള്ള ഇത് എനിക്കില്ല. ഞാനൊരു ഫീഡ്ബാക്ക് തന്നേ ഉള്ളൂ. കാരണം വളരെ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാരെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റുഡന്റ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നി എനിക്കൊരു ഫീഡ്ബാക്ക് തരണമെന്ന്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേർക്ക് എനിക്ക് അറിയാം എക്സ്പീരിയൻസും ഫീഡ്ബാക്ക് ഒക്കെ പറയണമെന്നുണ്ട്. പക്ഷേ
എങ്ങനെയാവെന്ന് പറയാമെന്നുള്ള ഒരു ഇത് അല്ലെ ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു അക്ഷര മാം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് നമ്മൾ മെന്റേഴ്സ് ഓരോ ഫോംസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും ഫീഡ്ബാക്കും ഒക്കെ നിങ്ങൾക്ക് അതിൽ ധൈര്യമായിട്ട് എൻട്രി ചെയ്യാവുന്നതാണ്. നമുക്കത് ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ ഫോംസ് ആണ്, അത് ഫില്ല് ചെയ്ത് അയക്കുക. അപ്പോൾ ഈ സെഷന് ശേഷം നമ്മൾ നിങ്ങൾക്ക് ടൈം ടേബിൾ അയച്ച് അല്ലെങ്കിൽ ടൈം ടേബിൾ ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അതിന്റെ മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ഈ ഫോംസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ്, നിങ്ങളുടെ കമന്റ്സ് എന്താണെന്നുള്ളതൊക്കെ അതിൽ നിങ്ങൾ എൻട്രി ചെയ്ത് അറിയിക്കാം. ഓക്കെ, അപ്പോൾ അതോടെ നമ്മൾ ഇതോടുകൂടെ ഈ ഒരു സെഷനോടുകൂടെ നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഡേ തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുകൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു പറയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെയധികം വളരെ വിഷമകരമായ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്കിലും ആണല്ലോ അല്ലെ, നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധം നമ്മുടെ നാട്ടുകാരെയും നാടിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ നമ്മുടെ പഠന കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ലീവ് ചെയ്യല്ലേ, അതിന്റെ കൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനുണ്ട്. ഇപ്പൊ എന്തായാലും സുനീറ മാം പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഫോം തരുന്നുണ്ടെന്ന്. അപ്പോ ആ ഒരു ഫീഡ്ബാക്ക് ഫോം നിങ്ങൾ എന്തായാലും ഫില്ല് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് 3 പേരിൽ മാത്രമാണ് നമ്മളിപ്പോ ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം തന്നിട്ടുള്ളൂ. പക്ഷെ 3 പേരിൽ മാത്രം ഒതുങ്ങുന്നില്ല, ബാക്കിയുള്ളവർക്കും കൂടെ ഒരു അവസരം നമ്മൾ തരുന്നുണ്ട്. നമ്മൾ അതിന്റെ കൂടെ ഒരു അസസ്മെന്റിന്റെ ഫോമും കൂടെ നിങ്ങൾക്ക് തരും. അതായത് ഈ 1-ാം തീയതി മുതൽ ഒന്നാമത്തെ സെഷൻ മുതൽ നമ്മൾ 10ാമത്തെ സെഷൻ വരെ എത്തി നിൽക്കുവാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സെഷൻസ് എല്ലാം ഓവറോൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അസസ്മെന്റ്, അതിന്റെ ഒരു ലിങ്കും നിങ്ങളുടെ മെന്റേഴ്സ് വഴി നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ 1 to 10 വരെയുള്ള ഏതെങ്കിലും ഒരു സെഷൻ നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും നിങ്ങളുടെ മെന്റേഴ്സ് വഴി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കാം. എന്നിട്ട് ഈ ഒരു അസസ്മെന്റും കൂടെ ചെയ്തിട്ട് അതിലും നമ്മൾ ഒരു അച്ചീവേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കും അയച്ചു തരണം. അതുപോലെ തന്നെ ഈ ഒരു അസസ്മെന്റിന്റെ ഫോമും കൂടെ ഫില്ല് ചെയ്തിട്ട് മെന്റേഴ്സിന്റെ അടുത്ത് ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിയിക്കണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഓൾസോ സ്റ്റേ സേഫ്. മഴയാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഗുഡ് നൈറ്റ് ഓൾ.